സോ ഹായ് ഗായ്സ്, ഇന്നെന്താ സ്പെഷ്യൽ? ഇനി ഞാൻ സ്പെഷ്യലായിട്ട് വന്നേക്കുന്ന ഒരു ഈസ്റ്റർ സ്പെഷ്യൽ നാടൻ മുട്ടക്കറിയായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ പല ടൈപ്പ് മുട്ടക്കറിയൊക്കെ വെക്കാറുണ്ടെങ്കിലും ഇതെൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. കാരണം തനി നാടൻ രീതിയിലാണ് ഈ ഒരു മുട്ടക്കറി നമ്മൾ റെഡിയാക്കുന്നത്. പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിൽ ഈസ്റ്റർ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വെക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം ഞാൻ ഓർത്തു റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്ന. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കല്ല ചാനൽ. ഓക്കെ, അപ്പോൾ റെസിപ്പി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിനായിട്ടുള്ള മസാല നമുക്കൊന്ന് റെഡിയാക്കണം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ പീസ് സ്റ്റാർ, പിന്നെ ഒരു ഏലക്ക, പിന്നെ ഒരു 2 ഗ്രാമ്പു, പിന്നെ ചെറിയ 2 പീസ് കറുവപ്പട്ട, ഒരു 10 മണി കുരുമുളക്. ഇനി തൽപ്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി കറി റെഡിയാക്കാനായിട്ട് ആദ്യം ചീൻചട്ടി ഒന്ന് വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഹോൾ സ്പൈസസ്. ഈ ഹോൾ സ്പൈസസ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞകൂടെ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് 1 കപ്പ് സവോള അരിഞ്ഞാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളൊരു 3 സവോളയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇത് നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഈ ഒരു കറി ചെയ്യാനായിട്ട് നമുക്കിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഇനി സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, കാരണം ഇത് നല്ല എരിയുള്ള പച്ചമുളകാണേ. നിങ്ങളുടെ കയ്യിൽ എരി കുറവുള്ള ടൈപ്പ് ആണെങ്കിൽ ഒരു 2-3 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഈ ഒരു കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി കുറച്ച് നോർമലിനെക്കാട്ടി കൂടുതലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ പൊടിയുടെ റോസ് സ്മെല്ലൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു വലിയ സൈസ് കിഴങ്ങ് ബോയിൽ ചെയ്താണ് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് പുഴുങ്ങിയ കിഴങ്ങ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം പിന്നെ അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അതിൽ കൂടുതൽ ടൈം നമുക്കങ്ങനെ കുക്ക് ചെയ്യേണ്ട ഒരാവശ്യമില്ല ഇവിടെ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഈ മസാലയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വേറെ ഗരം മസാലയുടെ പൗഡർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു മസാലയാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഈ മസാലയോട് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പുഴുങ്ങിയ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മുട്ട ഇതുപോലെ പുഴുങ്ങി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുട്ട ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ മസാലയുടെ ഈ ഫ്ലേവർ ഈ മുട്ടയുടെ ഉള്ളിൽ കൂടെ ഒന്ന് ഇറങ്ങും. ഇവിടെ നമ്മൾ മുട്ട ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇട്ടങ്ങ് ഇളക്കാൻ നിൽക്കല്. ഇതുപോലെ ലൈറ്റായിട്ട് ഈ മസാല ഈ മുട്ടയുടെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ മുട്ടയുടെ ഉണ്ണി എല്ലാം കൂടെ അങ്ങ് കലങ്ങി പോവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ഇതുപോലൊരു 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ ഈ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലായിട്ട് വെക്കണം. കാരണം ഇനി ഈ കറി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടായി ഇതുപോലെ വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു പിഞ്ച് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. 1-2 പിഞ്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കറി ഇങ്ങനെ റെഡിയായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും ഈ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത ഈസ്റ്റർ വരുമ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു കറി ട്രൈ ചെയ്യാൻ മറക്കല്ലേ.